കൊക്കോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ് യൂഷ്വലി എല്ലാ സൺഡേസിനെയും പോലെ തന്നെ ഈ സൺഡേയും പ്രീ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ സൺഡേ ആകുന്നതിന് മുമ്പ് തന്നെ ആ സൺഡേയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് പോകാനുള്ളത് ആദ്യം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാറിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. ആൻഡ് ദെൻ എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും മെറ്റീരിയൽ സെലക്ട് ചെയ്ത് അയക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഷോപ്പുകളിൽ പോകാനുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ സൺഡേസിലെ മെയിനായിട്ടും വരിക. അപ്പം ഉച്ചവരെ നോർമലി എൻ്റെ ബ്രാൻഡിൻ്റെ ഇൻസ്റ്റോർ ഐറ്റംസിൻ്റെ വർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഞാൻ പർച്ചേസിങ്ങിനും കാര്യത്തിനും വേണ്ടിയിട്ട് പോവുക. അപ്പം എൻ്റെ ബൈക്ക് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. ആദ്യം നിന്നാണ്, ഡോക്ടറാണ്. അപ്പം അവനെയും കൊണ്ടിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ സങ്കടം വരും, കാരണം ഇവൻ അവിടെ പോസ്റ്റാണ്. പക്ഷെ അതൊന്നും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് നമ്മുടെ പണി നടക്കണമല്ലോ. സോ ആദ്യം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം പറയാൻ, ഞാൻ തൊടുപുഴയാണ്. അപ്പോൾ അവിടെ മെയിനായിട്ടും വരുന്ന 2-3 ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്. ഒന്ന് മഹാറാണി വരുന്നുണ്ട്, സീമാസ് വരുന്നുണ്ട്, ആൻഡ് ദെൻ കല്യാൺ വരുന്നുണ്ട്. അപ്പം ഇവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തല കാണിക്കണം. ഇവിടെ എല്ലാം എന്തൊക്കെ മെറ്റീരിയലാണ് ഉള്ളതെന്ന് നോക്കണം. എന്നിട്ട് വേണം എനിക്ക് കസ്റ്റമറിനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. 2-3 എൻക്വയറീസ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മെറ്റീരിയൽ അയച്ച് അവരെ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ എല്ലാം നോക്കണം. അങ്ങനെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് യൂഷ്വലി സൺഡേസിൽ വരിക. അപ്പം അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആദ്യം കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ റിലയൻസിൽ കയറി. അപ്പോൾ സീമാസും റിലയൻസും അടുത്ത ഷോപ്പ് തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പർച്ചേസിങ് കഴിഞ്ഞു. അതായത് ഞാൻ ആദ്യം സീമാസിൽ കയറി, അത് കഴിഞ്ഞിട്ടാണ് നേരെ ഞാൻ റിലയൻസിൽ കയറിയത്. അവിടെ കയറി അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 6:30-7 മണിയായി. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നു. പക്ഷേ ആദ്യം ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇന്നത്തേക്കുള്ള പരിപാടികൾ ഞങ്ങൾ അവിടെ കൊണ്ട് വൈകിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ കയറി.